ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോമേജറി ഫാമിലി. അപ്പോൾ ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ ടോമേജറി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും 4 പേരായതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ വണ്ടിയാണ്, ഇൻട്ര V50. അത് കാറൊന്നല്ല, അപ്പോൾ എന്നാലും നമുക്ക് അതൊരു കാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈപ്പാസ് റോഡിൽ കയറിയിട്ടുണ്ട്. അതിരപ്പള്ളി പോണ വഴിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം, തുമ്പൂർ മൊഴി, അങ്ങനെ ഒരു ദിവസം വന്നാൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യം എന്ന് പറഞ്ഞ കാഴ്ചകൾ കാണാനുള്ള കുറേ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അതിന് മെയിനായിട്ട് വരുന്നത് അതിരപ്പള്ളിയാണ്. എനിക്ക് അതിരപ്പള്ളി പോകുമ്പോൾ എപ്പോഴും തോന്നാറുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലിങ് അത് വേറെ തന്നെയല്ലേ. എന്താ പറയുക, നമ്മൾ പോണ വഴിക്ക് അവിടെ ഇങ്ങനെ ഒരു ബോർഡിലൊക്കെ എഴുതി വെച്ചാണ് കാണാം ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം, മാൻ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ ഇതിന് മുന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ മാനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആനനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ദേ ആന പെരുമാറിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതാ കാണുന്നത്. ആ മറച്ചിട്ടേക്കുന്നതൊക്കെ ആനയുടെ ലീലാവിലാസങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ആൾക്കാർ അതിരപ്പള്ളി എന്ന് പറയുമ്പോൾ ശരിക്കും അതിരപ്പള്ളിയിൽ വന്ന് മുകളിൽ വന്ന് ടിക്കറ്റ് എടുത്ത് താഴെ കാണാൻ പോകാറില്ല ചെയ്യാറ്. പക്ഷെ നമ്മളിന്ന് പോകുന്നത് വേറൊരു പ്രൈവറ്റ് സ്ഥലത്തു കൂടിയാണ് കേട്ടോ. അതും ഒരു ഏറുമാടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഒരു താഴത്തേക്ക് ഇങ്ങനെ ഇറക്കിറങ്ങി ആ നേരെ കാണുന്നത് അതിരപ്പള്ളിയുടെ താഴ്വശമാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഈ വഴി ഇറങ്ങി നേരെ ഇങ്ങനെ വളഞ്ഞ് പോകുമ്പോൾ ഒരു മാവുമ്മ വലിയൊരു ഏറുമാടം. ഞാൻ ഏറുമാടം എന്നാണ് പറയുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാമായിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഏറുമാടം എന്നാണ് പറയുന്നത്. എന്താ പറയുക, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മാവിൻ്റെ മുകളിൽ ഇത്രയും സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഏറുമാടം കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ അത്രയും സേഫായിട്ടാണ് കേട്ടോ ഇത് പണിതിട്ടുള്ളത്. ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മാവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഏറുമാടമാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കറക്റ്റ് സ്പോട്ടിൽ ഇതിപ്പോൾ നല്ല മഴയായിട്ടാണ്. അപ്പോൾ മാതും കാത്തൊക്കെ ഇങ്ങനെ വിറച്ച് നിൽക്കാം. ഞങ്ങളങ്ങനെ ഒരു കുട മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഏറുമാടത്തിൻ്റെ മുകളിലേക്ക് കയറാം. ശരിക്കും ഇങ്ങനെ കയറണത് കുറച്ച് അഡ്വഞ്ചറസ് ആണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനും അതും എല്ലാ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു കേട്ടോ. എന്താ പറയുക, സൂക്ഷിച്ചൊക്കെ കയറിയില്ലെങ്കിൽ അതിൻ്റെ അടി കൂടെ പോകും. ഞങ്ങൾ അത്രയും വണ്ണായത് കൊണ്ട് തന്നെ. അപ്പോൾ മാധുവിനെ ഞാൻ പിടിക്കുന്നുണ്ട്, മാധും പോവും ഞാനും പോവും. അപ്പോൾ അപ്പുവണ്ണാണെങ്കിൽ താഴെ നമ്മൾ കയറുന്നത് നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ 2 പടിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് കുറച്ച് പടി കയറി ഇങ്ങനെ കുറച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് കയറാനുള്ള മെയിൻ പടി വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. അതിരപ്പള്ളിയിലാണ്. അതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെള്ളച്ചാട്ടമാണല്ലേ. പക്ഷെ മഴക്കാലത്ത് നമുക്ക് കാണുമ്പോൾ ഇത്തിരി പേടിയാവണമെങ്കിലും അടിപൊളി കാഴ്ച തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമാണ്. നമ്മളിപ്പോ ഒരു ഏറുമാടത്തിലാണ് വന്നിരിക്കുന്നത്. ഒരു വലിയൊരു മാവുമ്മ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഏറുമാടം. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം, അതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ വഴിയെ തന്നെ നമുക്ക് കാണാം. അപ്പൊ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അല്ലേ. അത് എന്ന് പറഞ്ഞ കാത്തു എന്ന് പറ. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞ ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഈ ഒരു വ്യൂ എന്താ പറയാ, കാണുമ്പോ എനിക്കൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മള് ഒട്ടു ഫ്രണ്ടിൽ തന്നെ സാധാരണ നമ്മൾ വെള്ളച്ചാട്ടം വരുമ്പോ അത്യാവശ്യം കുറച്ച് വെള്ളത്തിലേക്ക് ഉണ്ടാവുള്ളൂ. കുറേ വെള്ളം തൊട്ട് നേരെ കാണുന്നു. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഒരു ഏറുമാടം. നമുക്ക് ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഓരോ ദിവസം അതിന്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പൊ ഇതാണ് അതിന്റെ ഫ്രണ്ട് വശത്ത് നമുക്ക് ഇവിടെ ഒരു മേശയൊക്കെ ഉണ്ട്, കുറച്ച് കസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് ഒരു 4 മണിക്ക് ചായ ഒക്കെ കുടിക്കുക. ഈ ഏറുമാടത്തിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഭയം ഒരു മരത്തിന്റെ മുകളിലുള്ള ഒരു ഏറുമാടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ 2 കട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം 2 പേർക്ക് എടുക്കാം, ഇവിടെയും എടുക്കാം. അപ്പൊ ഒരു ഫാമിലിക്ക് വന്നിട്ട് അടിച്ചു വിളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടത്. ഇപ്പൊ നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വലിയൊരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഏറുമാടം കെട്ടി അതിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കണ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അതെങ്ങനെയുണ്ട്, ഇഷ്ടമായ?
സംശയമില്ല, അത്രയും സേഫ് ആയിട്ടാണ് കേട്ടോ അതുള്ളത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ഒരു വീട്ടിലെ ആൾക്കാർ വന്നാൽ അത്യാവശ്യം കഴിയാനുള്ള സംഭവങ്ങളും അടുക്കള, ബാത്റൂമും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ അടിപൊളിയാണ്. നമ്മളിപ്പോ ഒരു ദിവസം ഇവിടെ കിടന്നു വിചാരിക്കും. അപ്പൊ കാലത്തൊക്കെ എണീറ്റ് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നേരെ വെള്ളച്ചാട്ടം. എന്ത് രസല്ലേ, അയ്യോ എന്ത് രസമായിരിക്കില്ലേ അല്ലെ മാത? നമ്മള് കാലത്ത് നോക്കുമ്പോ നേരെ വെള്ളച്ചാട്ടം. അത് എന്നിട്ടാ അതിരിപ്പിള്ളി അല്ലെ? ഇഷ്ടായി മധുവിനെ? ഒരുപാട് ഇഷ്ടായില്ലേ? അതെ കാത്തു, കാത്തൂന് ഇഷ്ടായി ഇവിടെ? അങ്ങനെ അതുകൂടാതെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ബാത്റൂമും കൂടി ഇവിടെ ഉണ്ട്. അതും ഒരു മരത്തിന്റെ മുകളിലോ നിങ്ങൾ ചിന്തിക്കണം. അത്യാവശ്യം കെടുക്കാനുള്ള സൗകര്യം, ബാത്റൂം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് പാചകം ചെയ്യാനുള്ള ഗ്യാസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഏറുമാടത്തിന്റെ ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇവർക്ക് ഇത് മാത്രല്ല കേട്ടോ, വേറൊരു നല്ല ഒരു റിസോർട്ടും കൂടി ഉണ്ടല്ലേ, അതും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അവരെ വിളിച്ച് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടിപൊളിയാണ്, നല്ലൊരു വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതന്നെ, നമുക്ക് അകത്തെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. പുറത്ത് ഇതിനൊരു മേശ വെച്ചിട്ടുണ്ട്. ഈ മേശ കുറെ കസാരകളുണ്ട്. ഈ കസാര ഇങ്ങനെ ഇരുന്ന് ഒരു ചായ വെച്ച് അങ്ങനെ എന്താ പറയാ, ചായ കുടിച്ച് ഒരു കാഴ്ച കണ്ടു. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം എല്ലാരും കൂടി ഒന്ന് സ്റ്റേ എന്ന രീതിയിൽ വരണമെന്നുണ്ട്. അത്രയും ഞങ്ങൾക്ക് ഇഷ്ടമായി സംഭവം. അത് മാത്രല്ല, നമുക്കൊരു എന്താ പറയാ, ആളൊഴിഞ്ഞൊരു പ്രദേശം, നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് വന്ന് നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. ഇപ്പോഴത്തെ സമയത്ത് പറഞ്ഞാൽ മഴ പെയ്ത് അതുപോലെ വെള്ളവും എല്ലാം ഈ കിടക്കുന്ന സമയമാണ്. കാണാൻ അത്ര ഭംഗിയാണ്. ഇടപ്പള്ളി കാണാൻ വരാണെങ്കിൽ തന്നെ നമുക്ക് താഴത്തേക്ക് വരാൻ പറ്റും. താഴത്തേക്ക് വന്നാൽ താഴത്തുനിന്ന് മുകളിലേക്കുള്ള ഒരു വ്യൂ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് ഇങ്ങനെ ഇത്രയും തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു കാഴ്ച കാണാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം ഷോർട്സ് വീഡിയോസ് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെറിയ ഇതുപോലത്തെ യാത്രകൾ ചെയ്യുന്ന വീഡിയോകള്, ലോങ് വീഡിയോസ് ഇനി ഉണ്ടായിരിക്കും. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ രണ്ടാനമ്മയുടെ വീഡിയോ പാട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാം കൂടി ലോങ് വീഡിയോ ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഷോർട്സ് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ആ ലോങ് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം അത്രയും ഹൈറ്റിലാണ് ഏറുമാടം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ പോകാൻ കേട്ടോ. അപ്പോൾ കയറുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങുമ്പോൾ അതിനേക്കാളും പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വേറെ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ആൾക്കാർ അവിടെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിലായിട്ട് ഇടുന്നതായിരിക്കും. അവിടെ പോണ വഴിക്ക് ഒരു സാധനം കണ്ടിട്ടുണ്ട്. എന്താ മാതത്? ആനപ്പിണ്ടം. ആനയുള്ള ഏരിയ മനസ്സിലായില്ലേ? അപ്പൊ അതിരപ്പള്ളിയുടെ താഴത്തുനിന്നുള്ള തൊട്ട് താഴത്തുനിന്നുള്ള കുറച്ച് അകലെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടത്. അടിപൊളിയല്ലേ? നല്ല കുത്തൊഴുക്കുണ്ട് കേട്ടോ. ഇതിലെങ്ങനെ പെടുകയാണെങ്കിൽ ചത്തു, വേറെ ഒന്നുമില്ല. ഞാനൊക്കെ പെട്ടെന്ന് ചവിട്ടി നീന്താ അറിയില്ല. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് പറയാ, വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോണ്ടോ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ചാർപ്പ വെള്ളച്ചാട്ടമാണ് കേട്ടോ. എന്താ പറയുക, എനിക്ക് അതിരപ്പള്ളിനേക്കാളും കൂടുതലായിട്ട് പേടിയത് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. നമ്മൾ അതിരപ്പള്ളി കാണാൻ വരാണെങ്കിൽ ഇതുകൂടിയും കാണാൻ വരണം കേട്ടോ.
അത്രയും കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ അപ്പ് കണ്ട് കൂട്ടുകാരൻ അവിടെ നടക്കണം കണ്ടു, കണ്ടില്ലേ എന്താ ഒരു മോച്ചായ. അപ്പോൾ നമുക്കിനി ഇതേ ആ കാഴ്ചയിലേക്ക് പോവാം. എന്താ പറയുക ഭയങ്കര ഡേഞ്ചറായിട്ട് കഴിഞ്ഞ മറ്റേ 2018 സമയത്ത് പ്രളയം വന്ന സമയത്തൊക്കെ ആ പാലത്തിന് തൊട്ടടി കൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ തുള്ളികൾ തെറിച്ചിട്ട് ശരിക്കും ഞാനൊക്കെ പറന്ന് പോകുന്നെങ്കിൽ തോന്നിയിട്ട് അത്രയും നല്ല രസമുണ്ടായിരുന്നു. കാത്തുവാണെങ്കിൽ പേടിച്ചിട്ട് അതിൻ്റെ തോളത്തുനിന്ന് എനിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. മാധുവിന് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മാധു ഭയങ്കരമായിട്ട് ഇങ്ങനെ യോഗ കാണിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരുന്നത്. വെള്ളത്തിൽ ഇറങ്ങാനൊന്നും നോക്കരുത് കേട്ടോ. ഇറങ്ങാനൊക്കെ നോക്കിയാൽ കാര്യം തീരുമാനമാവും. നമ്മൾ കണ്ട് നമ്മുടെ വീഡിയോ അതേ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ദേ ഒരു അതിഥി നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഭയങ്കര സെർച്ചിങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ട് ആൾ പേടിച്ച് വേഗം മൂടിപ്പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.